Good morning. Good morning, ma'am. Good morning. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞു. 13 കുറവാണോ? സീനം കയറിയിട്ടല്ലേ? സ്നേഹയുണ്ട്. മോർണിംഗ്. പരീക്ഷ ആയതുകൊണ്ടാണോ ആരെയും കാണാത്തെ? ഓക്കെ, പ്ലീസ്. നിങ്ങൾ prayer കഴിഞ്ഞിരുന്നോ? ഇല്ലെന്നാണോ മാം? ഞാൻ കയറിയത് ശേഷിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇല്ലെന്നാ ജോഫി പറഞ്ഞത്. ഓക്കെ, ഫൈൻ. prayer സ്റ്റാർട്ട് ചെയ്യാം. Dear Allah, thank you for this new day. Bless our teacher with wisdom and patience. Help us to listen carefully and learn well. Fill our hearts with knowledge, kindness, and respect. Amen. എനിക്ക് ഉച്ചയ്ക്കും ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിവൺ റെഡി ഫോർ സെമിനാറിന് ആരെങ്കിലും റെഡി ആണെങ്കിൽ യു ക്യാൻ ഡു സെമിനാർ. സോ നമ്മൾ ഓൾമോസ്റ്റ് സൂപ്പർവിഷൻ കുറച്ച് പോർഷനും കൂടി ഉണ്ട്. ഗ്രൂപ്പ് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ആണ് ഇനി എടുക്കേണ്ടത്. ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ സ്റ്റേജസ് പറഞ്ഞു. പിന്നെ സൂപ്പർവിഷനിലെ കുറച്ച് ഫീച്ചേഴ്സ് ലൈക്ക് ക്യൂരിയോസിറ്റി, കോണ്ടെക്സ്റ്റ്, കോംപ്ലക്സിറ്റി, ക്രിയേറ്റിവിറ്റി, കോച്ചിങ് കെയർ, അതൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മാം, ഇനി തോന്നുന്നു എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് ആണ് പേജ് 96. ടെക്നിക്സ് ഞാൻ ബ്രീഫ് ചെയ്തേ ഉള്ളൂ, പറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. ആണോ? ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ 93 പറഞ്ഞു പോയി തോന്നുന്നു. അങ്ങനെ ഗ്രൂപ്പ് ടെക്നിക്സ് ഗ്രൂപ്പായിട്ടുമുണ്ട്, ഇൻഡിവിജ്വലുമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മള്, അല്ലെ? So techniques of supervision, page number 93. Group techniquesum individual techniquesum. കാരണം സൂപ്പർവിഷൻ നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു ടീം വർക്ക് വരുന്നതാണ് ശരിക്കും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഗ്രൂപ്പ് ടെക്നിക്സും ഉണ്ടാകും സൂപ്പർവിഷനിൽ, ഇൻഡിവിജ്വൽ ടെക്നിക്സും ഉണ്ടാകും. ഇൻഡിവിജ്വൽ ടെക്നിക്സ് പറയുമ്പോൾ ഓരോ സ്റ്റാഫിനെയും റിലേറ്റഡ് ആയിട്ട്, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ടീം, എൻ്റെ ടീം. ഓവറോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോള് അല്ലെങ്കിൽ ആ ഒരു എയിം, ആ ഒരു വിഷനിലേക്ക് എത്തിച്ചേരുക, അതിന് വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുക, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അവിടെ നിന്ന് പുറത്തേക്ക് വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ടീച്ചർക്ക് ടീച്ചറുടെ ജോലി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ബെറ്റർ സ്റ്റുഡൻസ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. ഗ്രൂപ്പ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓൾമോസ്റ്റ് മിക്ക സ്കൂളുകളിലും ഇപ്പോൾ അക്കാദമിക് ഇയർ തീർന്ന് അടുത്ത അക്കാദമിക് ഇയർ തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പില് ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും, കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് ചിലപ്പോൾ ബോർഡിൽ നിന്നുമുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് സ്കൂൾ വൈസും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്കൂളൊക്കെ ആകുമ്പോഴേക്കും ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചായിരിക്കും. മാനേജ്മെന്റ് സ്കൂളുകളിലാകുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും, അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാം. എന്നാലും ബോർഡിന്റെ പല തീരുമാനങ്ങളും അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും സ്കൂളിൻ്റെതായിട്ടുള്ള ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റാഫ്, ഡിപ്പെൻഡിങ് ഓൺ ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ചിലപ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പലപ്പോഴും ഔട്ട്സൈഡ് പ്രോഗ്രാംസ് ഒക്കെ അവർ അലോ ചെയ്യാറുണ്ട് സ്പെഷ്യൽ പെർമിഷനോട് കൂടി. അപ്പൊ കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ടീച്ചേഴ്സും സൂപ്പർവൈസറും നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ, കാലഹരണപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതുതാക്കി അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകും. നമ്മളും പലപ്പോഴും ലേണിംഗ് പ്രോസസ്സിൽ അത് കൊണ്ടുവരാനായിട്ട് നോക്കാറുണ്ട്. ഞാൻ ചില ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AMI MMIയുടെ ഡിഫറൻസ് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ, നമ്മള്
ഡോക്ടർ മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അവരത് ഡെൻമാർക്കിലാണ് ചെയ്തത്. സൗത്ത് അമേരിക്കയിലാണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്. അത് കറക്റ്റ് ചെയ്യുക. അത് ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡാണ് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. MMI എന്ന് പറഞ്ഞ ഒരു ന്യൂ അപ്രോച്ചാണ് മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ രണ്ട് ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെ. ഇതിലും ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾസ് തിയറി ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർ ലേണിംഗ് പ്രോസസ്സിൽ ചില മോഡേൺ അപ്രോച്ചുകൾ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാരന്റ്സ് ഡിമാൻഡ് ചെയ്യുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹോംവർക്ക് കൊടുക്കുക. അങ്ങനെ ശരിക്കുള്ള ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യുമ്പോൾ പാരന്റ്സിന്റെ റിക്വസ്റ്റും ഡിമാൻഡും അനുസരിച്ച് അവർ ആ മെത്തേഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തും. ചില മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ പ്യുവർ മോണ്ടിസോറി മെത്തേഡ് അല്ല, ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ അവരൊരു മോഡേൺ അപ്രോച്ച് ആ ഒരു രീതിയിൽ പോവുകയാണ്. നമ്മള് മറിയ മോണ്ടിസോറിയുടെ തിയറി മെത്തേഡ്സ് പഠിപ്പിക്കുന്ന പാർട്ട് 3 ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ടേബിൾ, നമ്മൾ പഴയ ഇമ്മ്യൂണൈസേഷൻ ടേബിൾ അല്ല ഫോളോ ചെയ്തത്, നിങ്ങളെ കൊണ്ട് തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ നമുക്കറിയാം. മിക്ക അമ്മമാരും അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ, അടുത്ത കുട്ടികളുള്ളവർക്കൊക്കെ അറിയാം ഇമ്മ്യൂണൈസേഷൻ ടേബിളിൽ പലപ്പോഴും പുതിയ പുതിയ വാക്സിനേഷൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് ഹാവ് പോസിറ്റീവ്സ്. കാരണം രണ്ടിലും ഓതന്റിക് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മോഡേൺ ഇതിൽ കുറച്ച് അപ്ഡേഷൻസ് നടത്തുന്നുണ്ട്. പിന്നെ എന്താ പറയാ, അമേരിക്ക ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കൺട്രി ആണല്ലോ, അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള യൂണിക് സ്റ്റൈൽ വേണം നിർബന്ധമുള്ളവരാണ്. അവര് AMS എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡാണ് അവർ യൂസ് ചെയ്തത്. അതിൽ മോണ്ടിസോറി മെത്തേഡ് തന്നെ, അമേരിക്കൻ മോണ്ടിസോറി സ്റ്റാൻഡേർഡ് സിസ്റ്റം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ഒരു രീതി, എന്നാലും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ്. അങ്ങനെ അതൊക്കെ ഒരു ഗ്രൂപ്പ് ടെക്നിക്സ് തന്നെയാണ്. ആദ്യം നിലവിൽ നിന്ന് AMI മാറി, പിന്നെ MMI, പിന്നെ ഓരോ കൺട്രീസും അവരുടേതായ രീതിയിൽ ചേഞ്ചസ് വന്നു. പേജ് നമ്പർ 93. ഗ്രൂപ്പ് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനിലെ ഗ്രൂപ്പ് ടെക്നിക്സ്. അപ്പോ ഗ്രൂപ്പ് ടെക്നിക്സില് നമുക്കറിയാം, നമ്മളൊരു സ്കൂളിൽ ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അതെല്ലാം ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു സ്കൂൾ, അത് ചെറിയ സ്കൂളാണെങ്കിലും വലിയ സ്കൂളുകൾ തന്നെയാണെങ്കിലും എങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ രീതിയിലുള്ള സ്കൂളുകളാണെങ്കിലും അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷനും പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ന്യൂ മെത്തഡോളജി, അതിലെ ന്യൂ ട്രെൻഡ്സ്, ഇപ്പൊ AI ചില സ്കൂളുകളിൽ സ്കിൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് AI ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ AI അറിയാണല്ലോ, അപ്പൊ ഓരോന്നും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പുതിയ പുതിയ മെത്തഡോളജി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, അടുത്ത ഗ്രൂപ്പ് ടെക്നിക്സിലെ നെക്സ്റ്റ് വൺ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. നീഡ്സും റിക്വയർമെന്റ്സും അനുസരിച്ച് ആ ഒരു എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. അതിന് ടീച്ചേഴ്സും സൂപ്പർവൈസറും റെസ്പോൺസിബിൾ ആയിരിക്കും. ഇപ്പൊ ടീച്ചേഴ്സിന് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു പോർഷൻ എടുക്കൂ എന്ന് പറയുമ്പോഴേക്കും ടീച്ചേഴ്സിന് പെട്ടെന്ന് ചിലർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് ലെസൺ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ചിലര് ഒരു വീക്കിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യും, ചിലരൊരു മന്തിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യും. ആ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സെഷനിൽ എന്ത് പോയി എടുക്കണം എന്നുള്ള ആ നോളജ് അവർക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനുമായിട്ട് പറ്റും. അവരുടെ നോളജും സ്കിൽസും എല്ലാം നല്ല രീതിയിൽ അവർക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രീ കണ്ടീഷൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അല്ലാതെ പെട്ടെന്ന് ഓടിപ്പോയി ക്ലാസ് എടുക്കുക അങ്ങനെയുള്ളതിനേക്കാളും കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. പിന്നെ പലപ്പോഴും ടീം വർക്ക് ചെയ്യുമ്പോൾ പല അനാലിസിസ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആക്ഷൻ റിസർച്ചും എക്സ്പെരിമെന്റും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പുതിയ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് പോകും.
അത് ഓക്കെ ആണോ? ചില സ്കൂളുകളിലൊക്കെ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ആപ്പ് യൂസ് ചെയ്തിട്ട് ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അവർ ആദ്യം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, കുട്ടികൾ അതെങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ റിസർച്ചും എക്സ്പെരിമെന്റേഷനും ടീം വർക്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊരു ടീമായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാകും. ഇതൊരു പ്രൊഫഷണൽ കോമ്പീറ്റൻസ് തന്നെയാണ്. നമ്മള് എല്ലാ ഫീൽഡിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാം. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ആക്ഷൻ റിസർച്ച്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അടുത്ത ഗ്രൂപ്പ് ടെക്നിക്സിന്റെ 4th വൺ. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിലെ പാരന്റ്സ് ഒക്കെയാണ് വരുന്നത് അല്ലെ. അതായത് ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും, അവിടുത്തെ സൊസൈറ്റിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. സ്കൂളിൽ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ, പ്രധാനമായിട്ട് ആനുവൽ ഡേ ഒക്കെ നടക്കുമ്പോൾ നിയർ ബൈ ആയിട്ടുള്ള പല ആളുകളെയും ഇൻവൈറ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതിനെ ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കണം. കാരണം ടീച്ചേഴ്സ് എപ്പോഴും പാരന്റ്സുമായിട്ട് ഡയറക്ട്ലി കണക്ട് ആയിട്ട് വരുന്നവര് ടീച്ചേഴ്സാണ്. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പേഷ്യൻസ് കാംനെസ് കാണിക്കണം. കാരണം ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പോലെ എല്ലാ പാരന്റ്സും ഒരേ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ടീച്ചേഴ്സിന് കൊടുക്കണം. അങ്ങനെ ഒരു കണക്ഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് വരും, അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പാരന്റ്സിനെ എൻഗേജ് ചെയ്യിക്കണം, പർപ്പസ്ഫുള്ളി ആൻഡ് മീനിങ്ഫുള്ളി എല്ലാ ആസ്പെക്റ്റിലും. അപ്പൊ ഇതെല്ലാം അവരുടെ ടീച്ചിങ് ലേണിംഗ് അതെല്ലാം ഡെവലപ്പ് ചെയ്യും. അതിന് വേണ്ടുന്ന പല സ്ട്രാറ്റജീസും അവർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ പാരന്റ്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഒക്കെ തമ്മിലുള്ള നല്ലൊരു ബന്ധം. കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത മോഡ്യൂളിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീച്ചർ വിസിറ്റേഷൻ, ചില സമയത്ത് കുറച്ചൊന്ന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ മറ്റു ടീച്ചർമാരെ വിസിറ്റ് ചെയ്യാനും അവിടെ അവരുടെ പ്ലേസ് വിസിറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും, അല്ലെങ്കിൽ വേറൊരു സ്കൂളിലെ ക്ലാസ് അല്ലെങ്കിൽ സെയിം സ്കൂളിലെ ക്ലാസ്, അങ്ങനെയൊക്കെ ഇന്റർ സ്കൂൾ വിസിറ്റേഷൻ. ചില സമയത്ത് എക്സാം ടൈമിൽ എക്സ്റ്റേണൽ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പുറത്തുനിന്ന് ടീച്ചേഴ്സ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ വിസിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്കൂളിൽ ആ സ്കൂളിലേക്ക് പോകുന്നു, ആ സ്കൂളിൽ ഈ സ്കൂളിലേക്ക് വരുന്നു. എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് സെയിം സ്കൂളിലെ ടീച്ചേഴ്സ് ഒന്നും വരില്ല. അങ്ങനെ ടീച്ചർ വിസിറ്റേഷനും ഒരു ഗ്രൂപ്പ് ടെക്നിക്സ് തന്നെയാണ്. പലപ്പോഴും വേറൊരു സ്കൂളിലെ ഒരു മോഡൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫോളോ ചെയ്യാനും ഒക്കെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. ഓരോ ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ടീച്ചർ വിസിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മോഡൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. സൂപ്പർവൈസർ ഏജ് കൊണ്ട് സീനിയർ അല്ല, ആ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൊണ്ട് സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ടീച്ചേഴ്സിന് വരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സൂപ്പർവൈസർക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സെഷൻസിന്റെ ക്ലാസ് അതിന്റെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ പറ്റണം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ആൾക്ക് അറിവില്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും സ്കിൽഡ് ആയിട്ടുമുള്ള ടീച്ചേഴ്സിനെയോ എക്സ്പേർട്ടിനെയൊക്കെ റിസോഴ്സിനെയൊക്കെ ഹയർ ചെയ്യണം, അവരെ കൊണ്ട് ക്ലാസ് കൊടുക്കണം. അങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ മീറ്റിംഗ്സും പല കാര്യങ്ങളൊക്കെ, അതായത് ഒരു മോഡൽ ലെസൺസ് പ്രധാനമായിട്ട് ഇതുണ്ടാകുന്നത് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലാണ്. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടത്തും. അത് ഈ വെക്കേഷൻ ടൈമിലാണ് മിക്ക സ്കൂളുകളിലും നടക്കുന്നത്. അപ്പൊ ഇത് ചിലപ്പോ ആ സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആളുടെ ഒരു നേതൃത്വത്തിൽ പുറത്തുനിന്ന് ആളെ വെച്ചിട്ട് ഇതുപോലെ ഒരു മോഡൽ ക്ലാസ്സസ് എങ്ങനെയാ എടുക്കണം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളും എക്സ്പെരിമെന്റ്സും ഒക്കെ ഡിസ്കഷനിലൂടെയും മീറ്റിംഗിലൂടെയും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നു ക്ലാസ്സസ് ആയിട്ട്. പിന്നെ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യണം ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കണമെങ്കിൽ മെറ്റീരിയൽസ് വേണം അല്ലെ. അതിന് വേണ്ടുന്ന ബുക്സും ജേർണൽസും മാനുസ്ക്രിപ്റ്റും അങ്ങനെ. പിന്നെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. ലോ കോസ്റ്റ് എഡ്യൂക്കേഷണൽ എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളും കുറെ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കിയല്ലോ. നമ്മൾ ലോ കോസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കിയത്. പിന്നെ മൾട്ടിമീഡിയ യൂസ് ചെയ്യാൻ ചില ടീച്ചേഴ്സിന് ചിലപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും.
അതിനുള്ള ടെക്നോളജി ആയിട്ട് നല്ല രീതിയിൽ കണക്ട് ആകാനായിട്ടുള്ള ട്രെയിനിങ്, അതിന് വേണ്ടുന്ന റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ വിസിറ്റ്സ്, സ്റ്റഡി ടൂർ കണ്ടക്ട് ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്, ഇന്റർ സ്കൂൾ വിസിറ്റ്സ്, മറ്റ് സ്കൂളുകൾ വിസിറ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടെ എല്ലാം പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യും, പല കൂടുതൽ അറിവുകളൊക്കെ അവർക്ക് കിട്ടും. അങ്ങനെ അവരുടെ പ്രാക്ടീസും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും എല്ലാം ഇംപ്രൂവ് ആകും. ഇപ്പൊ ഹിസ്റ്ററി എടുക്കുന്ന ഒരു ടീച്ചർ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരു വിസിറ്റ് നടത്തുന്നു കുട്ടികളെയും കൊണ്ട്, കുട്ടികൾക്ക് അത് ലൈവ്ലി ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ടീച്ചർക്ക് പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രാക്ടീസ്, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഇതെല്ലാമാണ് വിസിറ്റ്സിൽ വരുന്നത്. ഇനി കോൺഫറൻസസ്, എഡ്യൂക്കേഷണൽ കോൺഫറൻസസ്, മീറ്റിങ്ങുകൾ, സെമിനാർസ്, അതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പ്സ്, ടീച്ചേഴ്സും എക്സ്പേർട്ടും. അതായത് ഇപ്പം ഒരു ജില്ലയിലെ പല സ്കൂളുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ എല്ലാ സ്കൂളുകളിലെയും സെലക്ടഡ് ടീച്ചേഴ്സിനെ ഒരു പ്രത്യേക ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനും സെമിനാർ കണ്ടക്ട് ചെയ്യാനും അങ്ങനെ ഒരു ഗ്രൂപ്പ് ലേണിംഗ്, എന്തെങ്കിലും ലേണിംഗ് പ്രാക്ടീസ് കൊടുക്കാനും അങ്ങനെയുള്ള രീതിയിൽ കോൺഫറൻസ് ഒക്കെ നടത്തുന്നു. പലപ്പോഴും അവർക്ക് തമ്മിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം, അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കണം, അതെല്ലാം ടീച്ചേഴ്സിനെ നല്ല എക്യുപ്പൈഡ് ആക്കാനുള്ള ഒരു പ്രോഗ്രാം, ഒരു ഓവറോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസിനുള്ളത്. ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, അതായത് ഡിസ്പേർഷൻ ഓഫ് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യിക്കുക, ഇൻഫർമേഷൻസ് എല്ലാവർക്കും എത്തിക്കാനുള്ള മാർഗങ്ങൾ, ന്യൂസ് ബുള്ളറ്റിൻ, അതുപോലുള്ള സർക്കുലർ, അതെല്ലാം ന്യൂ ഐഡിയാസും ഇൻഫർമേഷൻസും, പുതിയ പുതിയ ട്രെൻഡുകളെ കുറിച്ചും എന്തൊക്കെയാണ് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സിന്റെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിന് വേണ്ടുന്ന ഒരു ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഡിസ്പേർഷൻ, എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുക, ആ ഇൻഫർമേഷൻസ് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള മാർഗങ്ങൾ, അതൊക്കെയാണ് ഗ്രൂപ്പ് ടെക്നിക്സിന്റെ നെക്സ്റ്റ് വൺ പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും എല്ലാ ടീച്ചർമാരിലേക്കും എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസ് എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലര് ഭയങ്കരമായിട്ട് ഒന്നും അറിയാതെ പോകുന്നു, അങ്ങനെ ഒരു മടുപ്പാകുന്ന അതിൽ നിന്നൊക്കെ മാറ്റി ടീച്ചേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നടത്താം. ശരിക്കും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പല ഐഡിയാസ്, നല്ല റിസൾട്ട്, ഗുഡ് ഫ്രൂട്ട്, നല്ല റിസൾട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം എല്ലാവരിലേക്കും കൊടുക്കുക. അതാണ്, അല്ലാതെ ഒരാൾ മാത്രം അറിവ് സമ്പാദിക്കുക എന്നുള്ളതല്ല, എല്ലാവരിലേക്കും എല്ലാം എത്തിക്കുന്ന രീതിയിലുള്ള സർക്കുലേഷൻ നടത്തുക. സ്റ്റാഫ് മീറ്റിംഗ് എപ്പോഴും നടത്തുന്നതായിരിക്കുമല്ലോ ടീച്ചേഴ്സ് തമ്മിലുള്ള സ്റ്റാഫ് മീറ്റിംഗ്, സൂപ്പർവൈസറും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാ സ്റ്റാഫുമായിട്ടുള്ള മീറ്റിംഗ് നടത്തും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യാനും, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അതിനെ സോൾവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എല്ലാ ടീച്ചേഴ്സിനും പല പല ക്വറീസ്, ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർവൈസർ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ അതെല്ലാം ക്ലാരിറ്റി വരുത്തുന്നു. നമുക്ക് എല്ലാ ഫാക്കൾട്ടിക്കും സൂപ്പർവൈസറുടെ അടുത്ത് നിന്ന് നല്ല നോളജും സ്കില്ലും എക്സ്പേർട്ടൈസുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നു. അപ്പൊ അതാണ് ശരിക്കും സൂപ്പർവിഷന്റെ ഗ്രൂപ്പ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ടീമിനെയാണ് ശരിക്കും, ആ ഒരു ടീമിനെ കറക്റ്റ് ആക്കി കൊണ്ടുപോകുമ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നല്ലൊരു പ്രോഗ്രസിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇനി ഇൻഡിവിജ്വൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കൊരു വ്യക്തി, ഒരു ടീച്ചർ, നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യേണ്ട പല കാര്യങ്ങളും. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം. ആ ഒരു സിലബസ്, ആ ഒരു സ്റ്റഡി പർപ്പസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ഒരു മാത്സിന്റെ ആണെങ്കിൽ മാത്സിലെ ആ ഒരു കണ്ടന്റുകളെല്ലാം കറക്റ്റ് ആയ രീതിയിലാണോ പോകുന്നത്, കറക്റ്റ് ആ ഒരു ലേണിംഗ് പ്രോസസ് നല്ല രീതിയിലാണോ നടക്കുന്നത്, അത് ഒബ്സർവ് ചെയ്യുക. ക്ലാസ് റൂം ഒബ്സർവേഷൻ ഒരു ടീച്ചർ ചെയ്യുന്നത് ഒരു സൂപ്പർവൈസർക്ക് ഒബ്സർവ് ചെയ്യുക. അതിപ്പോ ഇൻഡിവിജ്വലി ഓരോ ടീച്ചർമാരെയാണ് സൂപ്പർവൈസർ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഈ ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് ചിലർ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ചിലപ്പോ അവിടുത്തെ ഏതെങ്കിലും ഒരു ടീച്ചർ വന്ന് നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിലിരിക്കും, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരത് പ്രൊവൈഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു രീതിയിൽ അത് എടുക്കണമെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പൊ
നല്ല പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഈ ഒരു ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യും. കരിക്കുലത്തിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് അതാണ് ക്ലാസ് റൂം ഒബ്സർവേഷനിലൂടെ നടക്കുന്നത്. നെക്സ്റ്റ്, ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർവിഷനിൽ വരുന്നതാണ് ക്ലാസ് റൂം ഒബ്സർവേഷൻ. അത് ഒരു മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ ഒരു ടീച്ചർ നമുക്ക് പേഴ്സണലി ടീച്ചറുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അവർ ക്ലാസ് എടുക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം കുട്ടികളുമായിട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ഉള്ള ഒരാളാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർവൈസർക്ക് ജസ്റ്റ് ഒന്ന് വിറ്റ്നസ് ചെയ്യാനായിട്ട്, ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട്, ചിലപ്പോ ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, അപ്പൊ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ദൂരെ എവിടെയെങ്കിലും റിമോട്ട് പ്ലേസിൽ ഇരുന്ന് തന്നെ, അല്ലെങ്കിൽ HM ആണെങ്കിൽ HMന്റെ റൂമിൽ ഇരുന്ന് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒബ്സർവേഷനിൽ ടീച്ചർ എങ്ങനെയാണ് ലെസൺ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ പ്രസന്റേഷൻ, ടീച്ചർ ആ സമയത്തുള്ള ടീച്ചറുടെ ഫിസിക്, ആ ഒരു ബോഡി ലാംഗ്വേജ്, പേഴ്സണാലിറ്റി, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതെല്ലാം ഈ ഒബ്സർവേഷനിലൂടെ സൂപ്പർവൈസർക്ക് മനസ്സിലാവും. എന്തെങ്കിലും പ്രോബ്ലംസ് ക്ലാസ്സിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും, ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റും. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ക്ലാസ് റൂം ഒബ്സർവേഷൻ ആ ഒരു ടീച്ചറിന്റെ പ്രൊഫഷണൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ആദ്യം പറഞ്ഞ ക്ലാസ് റൂം ഒബ്സർവേഷൻ സിലബസിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് രീതിയിൽ പ്ലാൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. രണ്ടാമത് ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ സ്ട്രെങ്ത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഫഷണലി ആ ഒരു ടീച്ചർ ഗ്രോ ചെയ്യും. പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ലീഡർഷിപ്പ്. എല്ലാ ടീച്ചേഴ്സിനും ചിലപ്പോ ഈ സൂപ്പർവൈസർ ആക്സസിബിൾ ആകണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ടീമില് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യിക്കുന്നു. നമുക്ക് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ KG സെഷൻ ഒരു കോർഡിനേറ്റർ, ഒരു ടീച്ചർ കോർഡിനേറ്റർ ഉണ്ടാകും. LP സെഷൻ, വലിയ വലിയ സ്കൂളുകളൊക്കെ ആകുമ്പോൾ LP കുറെ ടീച്ചർമാരുണ്ടാവില്ലേ, അപ്പൊ LP സെഷൻ അല്ലെങ്കിൽ UP സെഷൻ, അങ്ങനെ ടീച്ചർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നല്ലപോലെ എൻകറേജ് ചെയ്യുന്നു. അപ്പൊ അത് അവരൊക്കെ ലീഡ് ചെയ്യുവാണ്, മറ്റു ടീച്ചേഴ്സിനെ അവർ ലീഡ് ചെയ്യാൻ അവരുടെ പ്രൊഫഷണൽ ലീഡർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യും. ഒരു സൂപ്പർവൈസറുടെ ചില ടാസ്ക് ഡിവൈഡ് ചെയ്ത് ഇതുപോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുന്നു. പിന്നെ പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ലീഡർഷിപ്പ്. എൻകറേജ് പ്രൊഫഷണൽ റൈറ്റിംഗ്. ചിലര് നല്ല വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു സ്കൂളാകുമ്പോൾ കുറെ റെക്കോർഡ്സും റൈറ്റപ്സും ഡോക്യുമെന്റ്സും ഒക്കെ വേണ്ടി വരും. അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് ആ ഒരു ജോബ് കൊടുക്കുന്നു, ആ ഒരു ഡോക്യുമെന്റേഷൻ. അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ റൈറ്റിംഗ് എൻകറേജ് ചെയ്യിക്കും. ഇൻഡിവിജ്വൽ ടെക്നിക്സിലെ ലാസ്റ്റ് വൺ റിസർച്ച്. നമ്മൾ നേരത്തെ കേസിൽ ഗ്രൂപ്പ് ടെക്നിക്സിൽ നമ്മൾ റിസർച്ച് അനാലിസിസ് ഒക്കെ പറഞ്ഞു അല്ലെ, ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇതിപ്പോ ഇൻഡിവിജ്വലി ഒരു ക്ലാസ്സിൽ നടത്തേണ്ട കാര്യമാണെങ്കിൽ ആ ഒരു ടീച്ചറിലായിരിക്കും അത് ഫോക്കസ് ചെയ്തത്. അപ്പൊ സൂപ്പർവൈസർ ആ ടീച്ചറുമായിട്ട് ചേർന്ന് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് ടീച്ചിങ്ങില് ലേണിങ്ങില് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ആ ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികളിലേക്ക് കൊടുക്കാനായിട്ട് റിസർച്ച് എക്സ്പെരിമെന്റേഷൻ എല്ലാം ചെയ്യും. അപ്പൊ ഗ്രൂപ്പിലും ഇൻഡിവിജ്വലിലും വരുന്നത് തന്നെയാണ് റിസർച്ച്. നല്ല ടീച്ചിങ് മെത്തേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. കാരണം ചിലപ്പോൾ ഒരു ടീച്ചർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പുതിയ ടെക്നിക്കിൽ ഒരു മെത്തേഡിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അത്രയുമായിരുന്നു നമ്മൾ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനിലെ ടെക്നിക്സ് പറഞ്ഞത്. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനും ഹ്യൂമൻ റിലേഷൻഷിപ്പും. ഇത് കാര്യമായിട്ട് ഈ ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും ഒക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക്സ് നത്തിങ് ഫോർ എക്സാം. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു. സൂപ്പർവിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്ന കാര്യമാണ് സൂപ്പർവിഷൻ. കാരണം
നല്ല രീതിയിൽ ആളുകളെ ഗൈഡ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നല്ലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനിലൂടെ വരുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരും, അതുപോലെ തന്നെ സ്റ്റുഡൻസും. വർക്കേഴ്സ് പറയുമ്പോൾ ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും വരാം. ഇവരുടെ എല്ലാം കൂട്ടായ പരിശ്രമം, അതുപോലെ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ഒരു കൂട്ടായ എഫേർട്ടിലൂടെയാണ് ശരിക്കും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചിങ്ങും അതുപോലെ തന്നെ ലേണിങ്ങും നല്ല രീതിയിൽ പോകുന്നത്. ഇവിടെ റിസോഴ്സ്, മണിയേക്കാളും മുമ്പ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവരുടെ സപ്പോർട്ട് ഒരു ദിവസം ഈ 1 മണിക്കൂർ ഇല്ലാതായാൽ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ താളം തെറ്റും. അവിടെ ക്ലീനിങ്, ബസ് ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള പലരും ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ കുറച്ചു മുമ്പ് ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യിക്കാനും പ്രോബ്ലംസ് വരുന്നതിനെ സോൾവ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, സപ്പോർട്ട് സ്റ്റാഫ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ നല്ലതുപോലെ മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്യാനും, അത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ എഡ്യൂക്കേഷൻ സൂപ്പർവിഷന്റെ ഒരു പ്രത്യേകത. ഇനി സ്റ്റുഡൻസ്, അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽസ് ഐഡന്റിഫൈ ചെയ്യണം, അവരുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്ത് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് പൊട്ടൻഷ്യലിനെ നമ്മൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള മാർഗങ്ങളും ഡെവലപ്പ് ചെയ്യാനും, അപ്പൊ അവർക്കും അപ്രൈസലും കാര്യങ്ങളൊക്കെ പോകും. ഇനി സ്റ്റുഡൻസ് ആണ് അടുത്ത റിസോഴ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളരെ മീനിങ് പാർട്ട്. കസ്റ്റമർ എന്ന് പറയുന്നത്, കസ്റ്റമർ ഇസ് എ കിങ് എന്ന് പറയുന്ന പോലെ സ്റ്റുഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് തന്നെയാണ്. അവര് അവിടെ ലേണിംഗ് പ്രോസസ് മാത്രമല്ല, അവരുടെ പല അച്ചീവ്മെന്റ്സും നടക്കുന്നത് അവിടെയാണ്. അവരുടെ പല പൊട്ടൻഷ്യൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്. അവരൊരു ആ ഒരു അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. പലപ്പോഴും സ്റ്റുഡൻസിനെ പല പൊസിഷനിലേക്കൊക്കെ മാറ്റും. സ്പോർട്സിലെ ക്യാപ്റ്റൻ, ആർട്സിലെ ക്യാപ്റ്റൻ, ക്ലാസ്സിലെ ക്യാപ്റ്റൻ, സ്കൂൾ ലീഡർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും മാറ്റും. പിന്നെ ചിലപ്പോ ഓരോ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടികളെ അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനുള്ള രീതിയിലും അങ്ങനെ ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. പല പല പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്ത് പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നടത്തുന്നു. ഇതെല്ലാമാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു 3 ഏരിയാസ്. ഈ 3 ഏരിയയിലുള്ള ആളുകളും പലപ്പോഴും പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോ നമുക്കറിയാം, കുട്ടികളായാലും സ്റ്റാഫ് ആയാലും പല വാല്യൂസും പല ബിലീഫും പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കണം. അപ്പൊ ഒരു സെൻസിറ്റീവ് പ്ലേസ് തന്നെയാണ് സ്കൂൾ എന്ന് പറയുന്നത് തന്നെ. എല്ലാ റിലീജിയനും ഈക്വൽ ആയിട്ട് കാണുന്ന അങ്ങനെ രീതിയിൽ, അപ്പൊ എല്ലാവരും പല പല വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് സ്കൂൾ. ആ ഒരു സ്കൂളില് ഇക്വാലിറ്റി, ഇക്വിറ്റി, അതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നോളജ് ആണ് അവിടെ അപ്പാർട്ട് ചെയ്യേണ്ടത്, നോളജ് ആണ് അവിടെ വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പാർഷ്യാലിറ്റി, ബയസ്ഡ് ആയിട്ടുള്ള പെരുമാറ്റം, അതെല്ലാം സ്കൂളിന്റെ ഒരിടത്തും പാടില്ല എന്നുള്ള രീതിയിൽ അവിടെ എൻകറേജ് ചെയ്യണം. എല്ലാവരുടെയും പൊട്ടൻഷ്യൽസും വാല്യൂസും എല്ലാം എൻകറേജ് ചെയ്യണം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സൂപ്പർവൈസർ സപ്പോർട്ടീവ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അൺഫ്രണ്ട്ലി ബിഹേവിയർ ഉള്ള ഒരാളുടെ സൂപ്പർവൈസർ ആകാൻ ഒട്ടും യോഗ്യനല്ല. കൈൻഡ് ആയിരിക്കണം, പക്ഷെ എന്ന് കരുതി നല്ല സ്ട്രോങ് ആയിരിക്കണം, ഫേം ആയിരിക്കണം. എന്ന് വെച്ചാല് ഈ ഒരു ഡിസിഷൻ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക, അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന രീതിയിലാക്കരുത്. പിന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളായിരിക്കരുത്. നല്ലൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. എല്ലാവരും സബോർഡിനേറ്റ്സിനെ എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. കൺസിഡറബിൾ പരിഗണിക്കണം എല്ലാരെയും. അങ്ങനെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ജെമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം സൂപ്പർവൈസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യാം.
ആളുകളെ മനസ്സിലാക്കുക, അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യാം. പിന്നെ വളരെയധികം കോൺഫിഡൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു സൂപ്പർവൈസർ. ആള് ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമ്മളും ഡൗട്ട്ഫുൾ ആയി പോകും അല്ലെ. ആ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് കാണിക്കണം. ഓണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം മറ്റുള്ളവരെ. ഇത് നല്ലൊരു മൊറയിൽ, ഒരു ടീം സ്പിരിറ്റ്, അത് ഡിസ്ട്രസ്റ്റ് എന്നാണ്, റാദർ ദാൻ DU ഇല്ല ആ രീതിയിൽ. പിന്നെ മൊറയിൽ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം എല്ലാ ആളുകളുമായിട്ടും. ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സ്, ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പറയായിരുന്നു, ചില ഡോക്ടേഴ്സ് നമുക്ക് വീണ്ടും പോവാൻ തോന്നില്ല. പക്ഷെ ചില ഡോക്ടേഴ്സിന് നമുക്ക് വീണ്ടും പോവാൻ തോന്നും, അതുപോലെ അവര് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഇവർ 5 വർഷം MBBS പഠിക്കുന്ന സമയത്ത് ഇവര് കമ്മ്യൂണിറ്റി പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. അത് അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അവർ പോണത്. അല്ലാതെ എല്ലാ ഫിനാൻഷ്യലി എല്ലാ ലെവലിലുമുള്ള പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ എല്ലാ ലെവലിലും ജീവിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വിടുക. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പൊ എംപത്തറ്റിക് ആവാൻ ഡോക്ടേഴ്സ് കുറെ കൂടെ എംപത്തറ്റിക് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ വിടുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോഴ്സിനും അത് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന, സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ആളുകളെ മാറ്റുക എന്നുള്ള രീതിയിൽ. പക്ഷേ എംപത്തറ്റിക് ആയാലാണ് മനുഷ്യരിൽ ആ ഒരു നന്മയൊക്കെ ശരിക്കും പുറത്തേക്ക് വരുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ സൂപ്പർവൈസർ ഒരു ടീം സ്പിരിറ്റ് ഉള്ള, നല്ലൊരു മൊറയിൽ ടീം സ്പിരിറ്റ് ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള രീതിയിൽ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്രണ്ട്ലി ആണ്, അങ്ങനെയുള്ളത് ആവരുത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞ് അത് പലപ്പോഴും ഡിസപ്പോയിന്റ്മെന്റ്, നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ വരും. പിന്നെ ഓരോ വ്യക്തി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്ന, ടീച്ചിങ് ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും, അവരാ ചെയ്യുന്ന ജോലിക്ക് അവർ നല്ല വെൽ ട്രെയിൻഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം, ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് കൂടുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ ഉയർത്താനായിട്ട് ശ്രമിക്കുക. അതാണ് സൂപ്പർവൈസർ ചെയ്യേണ്ടത്. ഒരു കോച്ചാണ് അദ്ദേഹം. അവരെ അസിസ്റ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ബിലോ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ എബോ സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് പ്രാപ്തരാണ്. സബോർഡിനേറ്റ്സിനെ നല്ലൊരു വർക്കിംഗ് ടീമായിട്ട് ഉയർത്താനായിട്ട് ഒരു സൂപ്പർവൈസർക്ക് കഴിയും. അങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ലീഡർഷിപ്പ് പ്രാക്ടീസിലൂടെയാണ് ഇതെല്ലാം പോസിബിൾ ആകുന്നത്. ഇതായിരുന്നു സൂപ്പർവിഷൻ പൊതുവെ നല്ല ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഞാൻ എടുക്കുന്ന 3 വലിയ കുഴപ്പമില്ല. എന്നുള്ള PGയിലെ ഒരു ചാപ്റ്ററും അങ്ങനെ പ്രശ്നമുള്ളതൊന്നും അല്ലാത്തത്. നെക്സ്റ്റ് വൺ ഇൻസ്പെക്ഷൻ. നിങ്ങൾക്ക് കഴിഞ്ഞോ? നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് ആണ്. ഞാനിപ്പോ 4th യൂണിറ്റും 5th യൂണിറ്റും കഴിഞ്ഞു. ദാറ്റ് ഇസ് ട്രാൻസാക്ടിങ്. അതിന്റെ 4th യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? മോക്ക് ടെസ്റ്റ്. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ കഴിഞ്ഞു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ശരിക്കും എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനിലും. അതിന്റെ ഉദ്ദേശവും ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇൻ എഫക്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല പ്രൊഡക്റ്റീവായി മാറുക. നെക്സ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇൻഡിവിജ്വലി എത്ര ശ്രമിച്ചാലും പലപ്പോഴും ഓവറോൾ എഡ്യൂക്കേഷന്റെ ഒരു കാര്യം വരുമ്പോൾ പല അപാകതകളും വരുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ചും ട്രഡീഷണൽ ക്ലാസ് റൂം ഒക്കെ ആകുമ്പോൾ നമ്മുടെ എവിടെയൊക്കെ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ടീച്ചിങ് മെത്തേഡ് തന്നെയാണ്. പിന്നെ ആസ് എ പേഴ്സൺ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് നോക്കും. ഇപ്പൊ മോണ്ടിസോറി മെത്തേഡ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു ബെനിഫിറ്റ് അതാണ്. നമ്മൾ ഏത് ഏരിയയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ഇത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യം കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ 7th എന്താ അടുത്ത ചാപ്റ്റർ അല്ലേ, ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ? യെസ്. സിസ്റ്റർ മാം അല്ലേ? 6th എടുത്തിട്ടില്ല? ഇല്ല, എടുത്തിട്ടില്ല. സ്കൂൾ ഇൻസ്പെക്ഷൻ എടുത്തിട്ടില്ല. ഞാനല്ലാതെ അശ്വതി മിസ് എടുക്കാറ്. ഓക്കെ. സോ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന, ട്യൂഷൻ ആയിട്ടൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ആളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് എത്രത്തോളം അതിന്റെ ക്വാളിറ്റി ഉള്ളതാക്കണം എന്നുള്ളത്. അതേസമയം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പേഴ്സണലി നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും
ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ രീതിക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കും, നമ്മളുടേതായ ഫ്രീഡം കിട്ടും, അവിടെ നമുക്ക് മാക്സിമം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 71 ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കൾ ഇറങ്ങുക എന്നുള്ളത്, അല്ലെ? സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ച്, അതായത് ഇപ്പോ ഡോക്ടർ ആകണമെന്ന് നല്ലൊരു അംബീഷനുമായിട്ട് ഇറങ്ങുന്ന പ്രൊഡക്റ്റീവായിട്ട് കുട്ടി അങ്ങനെ പോകും. ഒരു ഫാഷൻ ഡിസൈനർ ആകണം, അങ്ങനെയാണ് അങ്ങനെ പോകും. നല്ലൊരു ഫാമർ ആകണം, സോ അങ്ങനെ പോകും. അങ്ങനെ എല്ലാ ഏരിയയിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ക്വാളിറ്റി, എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളുടെ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണല്ലേ. ഈവൻ ദോ അവരുടെ പാരന്റ്സ് ആണ് വന്ന് സ്പെൻഡ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കുന്നത് കുട്ടികളുമായിട്ടാണ്. അപ്പൊ ആ ഒരു കസ്റ്റമറുടെ നീഡ്സ്, അത് നമ്മള് നീഡ്സ് എന്താണോ അത് നല്ല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അവരെ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ലീഡർഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഇൻ ദ സിസ്റ്റം, ഫിയർ റിഡക്ഷൻ, recognition and reward, teamwork, measurement and system, problem solving, ഇതെല്ലാം ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. അതായത് കുട്ടികൾക്ക് നീഡ്സ്, അതാണ് കസ്റ്റമർ നീഡ്സ്, മീറ്റിംഗ് ഓർ എക്സീഡിങ് കസ്റ്റമർ നീഡ്സ്. അവരുടെ നീഡ്സ് എന്താണോ അതിനനുസരിച്ച് അത് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യിക്കുക. ലീഡർഷിപ്പ്, പിന്നെ അതൊരു ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ആ ഒരു സിസ്റ്റത്തിൽ ആ ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം യൂസ് ചെയ്ത് അവരെ ഡെവലപ്പ് ആകുന്ന രീതിയിൽ അവരുടെ പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യുക. പിന്നെ അവർക്ക് പേടി, അത് ഫിയർ റിഡക്ഷൻ, സ്കൂൾ എന്നൊരു എൻവിയോൺമെന്റിലേക്ക് വരാൻ വെൽക്കമിങ് ആകുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആക്കി മാറ്റുക സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂളില്ലാത്ത ദിവസം ഒരു വിഷമം തോന്നുന്ന രീതി, എന്റെ മോൾക്കൊക്കെ അങ്ങനെയായിരുന്നു. സ്കൂളില്ലാത്ത ദിവസം ഭയങ്കര വിഷമമായിരുന്നു, സ്കൂളിൽ പോകാനായിരുന്നു ഇഷ്ടം. അപ്പൊ അങ്ങനെ ആ ഒരു ഫിയർ റിഡക്ഷൻ, അവർക്ക് അത് അത്രയും ഇഷ്ടമാണ്. അത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും ഉണ്ട്, ടീച്ചേഴ്സിന്റെ അപ്രോച്ചും ഉണ്ട്, സ്കൂളിന്റെ എൻവിയോൺമെന്റും. അവർ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ്, അതാണ്. പിന്നെ ഒരു ടീം വർക്ക് അവിടെ ഉണ്ടാകും. പല കാര്യങ്ങളും കുട്ടി ഒരു ഒറ്റയ്ക്ക് ചെയ്യേണ്ടതുണ്ടാവും, ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പിന്നെ പല രീതിയിലുള്ള മെഷേഴ്സ്, ഇവരെ അസസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള മെഷേഴ്സ്, എക്സാംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസസ്മെന്റ് മെത്തേഡ് ആയിരിക്കാം. പിന്നെ പ്രോബ്ലം സോൾവിങ്, ഇതെല്ലാം ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന പല ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. എല്ലാ റിലേറ്റഡ് ഫങ്ഷൻസും ആക്ടിവിറ്റീസും ഇതിന്റെ ഒരു പാർട്ടാണ്. ഈ ഒരു അക്കാദമിക് ലൈഫ്, അതൊരു യൂണിവേഴ്സിറ്റി സിസ്റ്റം ആണെങ്കിലും ശരി, ഒരു സ്കൂൾ സിസ്റ്റം ആണെങ്കിലും ശരി. അപ്പൊ ഒരു സ്കൂളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതിന് പല രീതിയിലുള്ള ഫ്രെയിം വർക്കുകളുണ്ട്, പല രീതിയിലുള്ള അസസ്മെന്റ്. സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പോൾ ആദ്യമായിട്ടൊരു സ്കൂളിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നു, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ, അവിടുത്തെ ഡിസിപ്ലിൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആ സ്കൂളിന്റെ ഒരു ക്വാളിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് ടീച്ചേഴ്സിന്റെ പഠിപ്പിക്കുന്ന രീതി, അവിടുത്തെ റിസൾട്ട്, കുട്ടികൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു, അതർ സ്കൂൾസുമായിട്ടുള്ള പല ഇന്റർ കോളേജിയറ്റ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ പല ഇതിലും ആ സ്കൂളിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും അങ്ങനെയും അവിടുത്തെ ക്വാളിറ്റി മനസ്സിലാകും. കുട്ടികളുടെ ക്വാളിറ്റി, സ്റ്റുഡൻസ്, ടീച്ചേഴ്സിന്റെ, അങ്ങനെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, സപ്പോർട്ട് സർവീസസ് നല്ല രീതിയിൽ കൺവെയൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതിനെ വിലയിരുത്തുമ്പോഴും നമുക്ക് ആ സ്കൂളിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാകും.
പിന്നെ അവിടുത്തെ കുട്ടികൾ പുറത്തെന്തെങ്കിലും പ്രോഗ്രാംസിൽ പങ്കെടുത്ത് പല അച്ചീവ്മെന്റുമായിട്ട് വരുവാണെങ്കിൽ അതും അവിടുത്തെ ഒരു ക്വാളിറ്റി തന്നെ. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അല്ലാതെ സ്കൂളിന് ഒരു ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. പലപ്പോഴും സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും ഒരു സ്കൂൾ എന്ന് പറയുന്നത്. കുട്ടികളുമായിട്ട് ഒരു ഓരോ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ആ സ്കൂൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്തുള്ള പല ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഹോസ്പിറ്റൽസുമായിട്ട് കണക്റ്റഡ് ആവും. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസുമായിട്ടും കണക്റ്റഡ് ആണ്. അങ്ങനെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് സ്കൂളിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഒരു സൊസൈറ്റിയായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ട ഒരു അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സൊസൈറ്റിയിലെ പലപ്പോഴും ആ ഒരു സ്കൂളിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി, എക്കണോമിക്കലി ആൻഡ് സോഷ്യലി, നമുക്കത് സ്കൂളിൽ ഒരു ആനുവൽ ഡേ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇൻവൈറ്റ് ചെയ്യുന്ന ഗസ്റ്റിന്റെ രീതികൾ വെച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ആ ഒരു സ്കൂൾ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഒരു സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ, നമ്മൾ പറഞ്ഞു പല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികള്, പല വാല്യൂസില് ഉറച്ചു നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാകും, പല ബിലീഫുള്ള കുട്ടികൾ ഉണ്ടാവും, പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നിന്ന് അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പുറത്തേക്ക് പോകുന്നത്. അതാണ് നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനും എല്ലാ വ്യക്തികളെയും ഒരുപോലെ മനസ്സിലാക്കാനും അവരെന്താണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു കൺസിഡറേഷൻ, ഒരു പരിഗണന ആളുകളോട് കാണിക്കാനും ആ രീതിയിലൊക്കെയാണ് കുട്ടികൾ അവിടെ നിന്ന് മോൾഡ് ചെയ്തിറങ്ങുന്നത്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോൾഡ് ചെയ്തിറങ്ങുന്നത്. അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളായിട്ടോ ഒന്നുമല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇറങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴാണ് അവർക്ക് ആളുകളെ മനസ്സിലാക്കാനും എംപത്തറ്റിക് ആവാനും ആ ഒരു നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാനും കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായി മാറുന്നത് ശരിക്കും നല്ലൊരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാൻ തന്നെ വേണം, അല്ലെ? നമ്മൾ പല സ്കൂളുകളിൽ പല ഇഷ്യൂസ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ, കുട്ടികളെ ചില കാര്യങ്ങളിൽ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഡിസ്ക്രിമിനേഷൻ ഒക്കെ കേട്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാകാം, എന്നാലും അങ്ങനെ ഇഷ്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, എംപത്തറ്റിക് ആയിട്ട് ഒരു പേഴ്സൺ ഇറങ്ങണം. ആൾക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. മതമനുസരിച്ച് ആളുകളെ കാണാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവൽ നോക്കിയിട്ട് ആളുകളെ കാണാനോ എഡ്യൂക്കേഷന്റെ ലെവൽ നോക്കിയ ആളുകളെ കാണാനോ അങ്ങനെയുള്ള രീതിയിൽ ഒരേ കണ്ണ് തന്നെയായിരിക്കണം. വളരെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനായിട്ട്, ഒരു റെസ്പോൺസിബിൾ ആയിട്ട്, സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിട്ടൊരു ആളായിട്ട് ആണ് ആ ഒരു വ്യക്തി ഇറങ്ങുന്നത്. അത് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ്സ് ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ വേണം എന്നാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പാരഡിം ഷിഫ്റ്റ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ഷിഫ്റ്റ് ആണ്. ഇങ്ങനെ അതിൽ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓൾഡ് നോംസും ബിലീഫ്സും എല്ലാം അതൊക്കെ മാറി പുതിയ രീതിയിൽ പുതിയ കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ ടീച്ചേഴ്സ്, അതായത് എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽസ് പറയുമ്പോൾ ടീച്ചേഴ്സ്, അവര് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യണം. ആ സ്റ്റുഡൻസിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അവരുടെ എല്ലാ രീതികളുമായിട്ട് കണക്റ്റഡ് ആണ്. അവരുടെ കോപ്പറേഷൻ, റെസ്പോൺസിബിലിറ്റി, അവരുടെ അപ്രൈസൽ, ഇതുമായിട്ടെല്ലാം കണക്റ്റഡ് ആണ്. ഒരു ടീച്ചർക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്രൈസൽ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ നല്ല പോലെ പെർഫോം ചെയ്യും. നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള മറ്റ് സ്റ്റാഫുകളുമായിട്ടുള്ള നല്ലൊരു കോപ്പറേഷൻ ആണെങ്കിൽ ആ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാനും തന്നെ ആ ടീച്ചർക്ക് ഇഷ്ടാവും.
ഇനി അപ്പൊ അതൊരു ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇനി ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് വരുന്ന കാര്യങ്ങൾ. ഒരു എഡ്യൂക്കേഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി മാനേജ്മെന്റ്, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഫാക്ടറിയില് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടാവും അല്ലെ, ആ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾക്കും പ്രോഡക്ട്സ് ആണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെ, നല്ല ജീവനുള്ള പ്രോഡക്റ്റ് ആണെന്ന് മാത്രം. അപ്പൊ അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് അവിടെയും ഒരു സിസ്റ്റം വേണം. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. സ്റ്റുഡൻസ്, ഫാക്കൾട്ടി, അഡ്മിനിസ്ട്രേഷൻ, എക്സാമിനേഷൻ സിസ്റ്റം, കരിക്കുലം ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഫാക്കൾട്ടി ഡെവലപ്മെന്റ്, ഇതെല്ലാം ആ ഓർഗനൈസേഷനിലെ ക്വാളിറ്റി മാനേജ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടുത്തെ ഒരു ചേഞ്ചിങ് കൾച്ചറിനനുസരിച്ച് ഇവർക്കെല്ലാം മാറ്റങ്ങൾ വരും. നമുക്കറിയാം, നമ്മൾ പഠിച്ച സമയത്ത് ഒരു സ്കൂൾ ഒരു കാലഘട്ടമല്ല, ആ സ്കൂളിന്റെ ഒരു രീതിയല്ല. ഇപ്പോഴത്തെ ഒരു മാറ്റങ്ങൾ ഒത്തിരി ഒത്തിരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ്. ആ ഒരു എഡ്യൂക്കേഷന്റെ രീതിയും പഠിക്കുന്ന രീതിയും ലേണിംഗ് പ്രോസസ്സും കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ കാര്യം പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായി കണക്കിലെടുത്ത് ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് ക്ലാസ് റൂം ഒന്നും ഇല്ലായിരുന്നു. അന്ന് ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോക്കും അത്രയും മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു വിഷ്വൽ ഇമ്പാക്റ്റിന്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ചില ചാർട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞപ്പോ സ്മാർട്ട് ക്ലാസ് റൂമിന് റീപ്ലേസ് ചെയ്തു അല്ലെ, സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി. അങ്ങനെ രീതികളൊക്കെ മാറ്റം വന്നു തുടങ്ങി. ഞങ്ങള് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് ഈ സ്മാർട്ട് ക്ലാസ് റൂമിന് പകരം നമുക്ക് OHP പ്രൊജക്ടർ ആയിരുന്നു. OHP ഷീറ്റിലേക്ക് നമ്മൾ ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുമ്പോൾ അതില് നമ്മൾ പ്രിന്റ് എടുത്തിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഷീറ്റാണ്, അത് സ്ക്രീനിലേക്ക് അതിന്റെ ഡേറ്റാസ് കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു OHP പ്രൊജക്ടറും അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ ലാബില് അല്ലെങ്കിൽ അതുപോലെ തന്നെ മൈക്രോ കൺട്രോൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വിഷ്വൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം പിന്നീട് ആ സമയത്ത് സ്കൂളുകളിലൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി തുടങ്ങി. ഇപ്പൊ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമാണെന്ന് തോന്നുന്നു മിക്ക സ്കൂളുകളിലും. പഴയ ചോക്ക് ബോർഡ് യൂസ് ചെയ്യല് വളരെ കുറവായിരിക്കും. അപ്പൊ അതാണ്. അപ്പൊ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ നോക്കിയാൽ തന്നെയും അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും ഒരു ഓർഗനൈസേഷൻ ആണല്ലേ. അപ്പൊ അവിടെയും എല്ലാ ഏരിയയിലും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് വരുന്നു. ഇത്രയും അതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി, പേജ് നമ്പർ 110 ആണ് കേട്ടോ. ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഇത് കാര്യങ്ങളും പല ഏരിയയിലും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉയർച്ച താഴ്ചകളില്ല. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. വളരെ പണ്ട് കാലത്ത് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, എല്ലാവർക്കും പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ, പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വന്നു. ഇപ്പൊ പല ഫെസിലിറ്റീസ് ആണ്. കുട്ടികൾക്ക് ഇത്ര വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക്, പെൺകുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു യൂണിഫോം എത്രയോ ഫ്രീ ആയിട്ട് കൊടുക്കും ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ. അങ്ങനെയൊക്കെ പിന്നെ ചില സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇൻകമിനനുസരിച്ച് അങ്ങനെ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ചില ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് ടോപ്പായിട്ടുള്ള കുട്ടിക്ക് അങ്ങനെയുള്ള രീതിയിൽ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലുള്ള കുറേ അച്ചീവ്മെന്റ്സും അവസരങ്ങളും അതുപോലെ തന്നെ ഫെസിലിറ്റികളും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രൗണ്ട് വർക്ക് തന്നെയാണ്. അല്ലാതെ നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്വാളിറ്റി ശരിയാക്കുക എന്നുള്ളതല്ല. ഇനീഷ്യലി തുടങ്ങുമ്പോൾ തന്നെ അത് ക്വാളിറ്റിയോടുകൂടി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പറയുന്ന ഒരു അവസ്ഥയാവില്ലേ, ലാസ്റ്റ് എല്ലാം ശരിയാക്കാന്ന് പറയുന്ന പോലെയല്ല. ക്വാളിറ്റി ബേസ് തന്നെയാണ്. ഒരു എഡ്യൂക്കേഷന്റെ റൈറ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ക്വാളിറ്റിയെ ഫോക്കസ് ചെയ്യണം.
ആ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത്. ഫസ്റ്റ് വൺ സോഷ്യൽ എക്സലൻസ്. ഓക്കെ, നമുക്കറിയാം മിക്ക കൺട്രീസിലും പല റിലീജിയസ് ബിലീഫുള്ള ആൾക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് മൈഗ്രൻസ് എങ്കിലും ഉണ്ടായിരിക്കും അല്ലെ ചില കൺട്രീസിലൊക്കെ. പോപ്പുലേഷൻ കൂടുതൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയൻ ആണെങ്കിൽ കൂടിയും മറ്റു മതവിശ്വാസികൾ അവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ കൺട്രീസ് എല്ലാം ആ ഒരു സോഷ്യൽ എക്സലൻസിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. ഒരു കൺട്രിയുടെ കൾച്ചർ, അതിന് ചില പർട്ടിക്കുലർ സോഷ്യൽ വാല്യൂസ് ഉണ്ട്. പല റിലീജിയൻസും പൊളിറ്റിക്കൽ സിസ്റ്റവും എല്ലാം പലപ്പോഴും ഇത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പല എത്തിക്സും ഒക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും. പല കമ്മ്യൂണിറ്റികളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചില പർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെന്റ് ഒക്കെ ആയിരിക്കും. എന്നിരുന്നാലും എല്ലാ കുട്ടികൾക്കും അവിടെ എഡ്യൂക്കേഷന് ഈക്വൽ ഇമ്പോർട്ടൻസ്, അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആയിട്ട് തന്നെ അവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അങ്ങനെ പല എത്തിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഇസ്ലാമിക് എത്തിക്സ്, ക്രിസ്ത്യൻ എത്തിക്സ്, ഹിന്ദു എത്തിക്സ്, സോഷ്യലിസം, അങ്ങനെ പല രീതിയിലും അത് എല്ലാത്തിന്റെ വാല്യൂസ് ചെന്ന് ഫോക്കസ് ചെയ്യുന്നത് ഒരേ കാര്യത്തിൽ തന്നെയാണ്. ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എഡ്യൂക്കേഷൻ ആരുടെയെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ആണെന്നോ. എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഈ എല്ലാ വിശ്വാസങ്ങളിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അറിവ് സമ്പാദിക്കുക എന്നുള്ളത്. അപ്പൊ സോഷ്യൽ എക്സലൻസ് അതാണ്. അങ്ങനെ എന്തെല്ലാം വേരിയസ് ആയിട്ടുള്ള ബിലീഫോ എത്തിക്സോ വാല്യൂസോ ഉണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ വർക്ക് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മള് സാമൂഹ്യ സേവനം നടത്തുക എന്നുള്ളത്, ഇത് ഒരു പ്രത്യേക ഒരു വർഷം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. വളരെ പണ്ട് കാലം തുടങ്ങി അത് ഫസ്റ്റ് ഇവോൾവ് ചെയ്തു വന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ എത്തിക്സ്, ഇസ്ലാമിക് എത്തിക്സ്, ഹിന്ദു എത്തിക്സ്, അങ്ങനെ ഓരോ റിലീജിയസ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഡെപ്തിൽ അത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സോഷ്യൽ വർക്ക്, സോഷ്യൽ സർവീസ് ഇവോൾവ് ചെയ്തത് അത് ഇതിൽ ഓരോന്നിലുമാണ്. മനുഷ്യന്റെ നന്മയെ കരുതിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരു വാല്യൂസ് അല്ലെങ്കിൽ ബിലീഫിനെ അവർ ചേർത്ത് പിടിച്ചതായിരുന്നു. പിന്നെ ആളുകൾ അതിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ശരിക്കും ഒരു മതം അല്ലെങ്കിൽ ഒരു ബിലീഫ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത് തന്നെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ടായിരുന്നു. അതാണ് ശരിക്കും സോഷ്യൽ എക്സലൻസ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നാഷണൽ എക്സലൻസ്. ഞാൻ MSW പഠിക്കുമ്പോൾ ഞങ്ങള് ഇത് സെമിനാർ എടുത്തതായിരുന്നു കേട്ടോ. കാരണം വെച്ചാല് സോഷ്യൽ വർക്ക് ശരിക്കും ഇനീഷ്യലി തുടങ്ങുന്നത് പല മത ഗ്രൂപ്പുകളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളുടെ ബാച്ചിൽ തന്നെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവര് ഈ സെമിനാർ എടുത്തപ്പോ അത് റോങ് വേയിൽ എടുത്തു. പിന്നെ ടീച്ചറൊന്നും പറഞ്ഞില്ല, കാരണം അതൊക്കെ അവനവൻ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അവർ കുറച്ച് മതപരമായിട്ട് തന്നെ എടുത്തു ക്ലാസ്. അപ്പം അത് ഭയങ്കര ഞാനും ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് എടുത്തത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പെൻ എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗം ഞങ്ങളത് വളരെ സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എടുത്തു. ബാക്കി 2 പോർഷൻ കിട്ടിയവര് ശരിക്കും അവര് ഹൈലൈറ്റ് ചെയ്തത് മതമായിരുന്നു. ശരിക്കും എഡ്യൂക്കേഷനും സോഷ്യൽ വർക്കും ആയിരുന്നു അതിനകത്ത് വരേണ്ടിയിരുന്നത്. പക്ഷെ അവര് ഹൈലൈറ്റ് ചെയ്തത് മതമായിരുന്നു. അതാണ് പറയുന്നത്, ചില ആളുകൾ എത്ര പഠിച്ചാലും എത്ര ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയാലും അവരുടെ ചിന്താഗതി ഭയങ്കരമായിട്ടും എന്താ പറയാ നാരുവായി പ്രശ്നമുണ്ട്. ശരിക്കും മതങ്ങളിൽ നിന്നാണ് സോഷ്യൽ സർവീസ് തുടങ്ങിയത്, അല്ലാതെ ഒരു പിന്നെ വയലൻസ് എന്നുള്ളതല്ല ശരിക്കും മതത്തിൽ വരുന്നത്. ശരിക്കും സോഷ്യൽ വർക്ക്, സോഷ്യൽ സർവീസിന്റെ ഒക്കെ ആദ്യം തുടങ്ങുന്നത് മതങ്ങളിൽ നിന്നായിരുന്നു. ഓക്കെ, അതാണ് സോഷ്യൽ എക്സലൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിലെ പല വാല്യൂസും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ എക്സലൻസ്. നമുക്കറിയാം നമ്മളുടെ സ്കൂളുകളില്
പലപ്പോഴും നല്ല എല്ലാ സ്കൂളുകളിലും തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കുട്ടികളിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊന്നും ജനിച്ച സമയത്തൊന്നും അല്ല ഇൻഡിപെൻഡന്റ് ആയതല്ലേ, അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഫ്രീഡം റൈറ്റേഴ്സ് അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിൽ അതുണ്ട്. കാരണം നമ്മളിതിങ്ങനെ കേട്ട് മനസ്സിലാക്കി നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്ലാഗ് പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം കുട്ടികളിലേക്ക് കൊടുക്കുകയും ചെയ്യും. അവരെ കൊണ്ട് പല ആക്ടിവിറ്റീസും ചെയ്യിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അതാണ് നാഷണൽ എക്സലൻസ് എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ ആ ഒരു കുട്ടിക്ക് ഓരോ കുട്ടികളിലേക്കും ഇതെത്തുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് വരുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഇന്ന് ഉള്ള ആ ഒരു ഫ്രീഡം കിട്ടിയത്. ചെറിയ ഏജിൽ വന്നില്ലെങ്കിൽ പോലും കുറെ കൂടെ വലുതാകുമ്പോൾ അവർക്കത് മനസ്സിലാവും. അവരുടെ കരിക്കുലത്തിലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു നിങ്ങളോട് ഏതോ ഒരു പ്രാവശ്യം, 10th വരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ഹിസ്റ്ററി. ജോഗ്രഫി പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ഹിസ്റ്ററി എനിക്ക് ഒട്ടും പറ്റില്ല. പൊളിറ്റിക്സും എക്കണോമിക്സും ഞാൻ നോക്കിയില്ല, ആ ഒരു ടെക്സ്റ്റ് അതുപോലെ തന്നെ ഇരിക്കുമായിരുന്നു. ക്ലാസ്സിൽ എന്തൊക്കെയോ കേട്ടു, അങ്ങനെ പോയി ടെക്സ്റ്റ്. പക്ഷെ സബ്ജക്ട്സിന്റെ മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ലോ മാർക്കായിരുന്നു. ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. 600 500 മുകളിൽ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് സമയത്ത് ഞാനൊരു ട്യൂഷൻ ആപ്പില് മാത്സ് മാത്രമേ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മാത്സ് എടുത്തിരുന്ന ഒരു കുട്ടിയുടെ ഒരു റിക്വസ്റ്റ്, അതിന് ആപ്പിൽ നിന്നും റിക്വസ്റ്റ് വന്നു, കുട്ടിക്ക് സോഷ്യൽ എടുക്കാൻ ടീച്ചേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ 10th ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുവാണ്. ട്യൂഷൻ എടുക്കാൻ നേരത്ത് നമ്മളിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അത് നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കൊടുക്കണമല്ലോ. ഞാനിരുന്ന് റെഫർ ചെയ്തിരുന്ന് പഠിക്കുക. അപ്പോഴാണ് എനിക്ക് ഫീലായി തുടങ്ങുന്നത് ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ആ ബുദ്ധിമുട്ടും വേൾഡ് വാറിന്റെ കാര്യവും ഈവൻ വേൾഡിൽ നടന്ന പല റെവല്യൂഷൻ വരെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ കുറെ ഭക്ഷണം കിട്ടാതെ ആളുകൾ വിഷമിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുക. ഫ്രഞ്ച് റെവല്യൂഷനിലൂടെ ഒക്കെ ഇതിങ്ങനെ പഠിക്കുക. ശരിക്കും ചില സമയത്തൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ നന്ദി പോയി. അപ്പൊ അന്ന് അങ്ങനെ പഠിക്കാനുള്ളൊരു ബോധം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, എല്ലാ സബ്ജക്റ്റിനോടും കാണിച്ചില്ല ആ ഒരു ആത്മാർത്ഥത, എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാം. അപ്പൊ അന്ന് അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ കുട്ടിക്ക് പഠിപ്പിക്കാനായിട്ട് ഇന്നിപ്പോ ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു ഫീല് മനസ്സിലാകുന്നത്. എത്രമാത്രം ഇവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പൊ ഇന്ത്യയുടെ കാര്യമല്ല നോക്കിയത്, വേൾഡ് വൈഡ് നടന്ന റെവല്യൂഷൻസ് വായിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. കുറച്ചുകൂടെ അത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സ്കൂളിലും ഞാൻ ഇതുപോലെ 8ാം ക്ലാസ് തുടങ്ങിയിട്ട് സോഷ്യൽ എടുത്തു ഓൺലൈനായിട്ട്. 8ാം ക്ലാസ്സിന് 9ാം ക്ലാസ്സിന് 10ാം ക്ലാസ്സിന് എടുത്തു. അപ്പൊ 8ാം ക്ലാസ് തുടങ്ങി എടുക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുക, ഹ്യൂമൻ ബീയിങ്ങിന്റെ എവല്യൂഷൻ വരുള്ളൂ. മറ്റേ ശിലായുഗം ഒക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതും ഇങ്ങനെ എടുത്തപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ എന്നൊരു ഫീല് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും അത് ഭയങ്കര ഒരു റിസൾട്ട് ആയിരുന്നു. കുട്ടികൾക്കും നല്ല പോലെ അവരുടെ ഉള്ളിലേക്ക് എത്തി. ഞാൻ ഓർത്ത് വരുന്നു, എന്നെ ഇതുപോലെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കും ഈ സബ്ജക്റ്റിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയത്. അപ്പൊ ശരിക്കും സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നാൻ മെയിൻ കാരണം ടീച്ചർ തന്നെയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരെണ്ണം പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം എന്ന് ഒരു ബോധ്യം വന്നു. അത് ആ ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി തന്നെയാണ്. ഏതോ ഒരു കുട്ടിയുടെ അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യാം. ടീച്ചറുടെ ക്ലാസ് ഞാൻ കൊച്ചിന്റെ കൂടെ ഇരുന്ന് കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം PSCക്ക് പഠിക്കാൻ ശരിക്കും ഹിസ്റ്ററി ശരിക്കും അത്യാവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ കൊച്ചിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ PSCക്ക് എക്സാമിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ആയിത്തീരുന്നു എനിക്കറിയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് എനിക്ക് തോന്നുന്നു തീരുമായിരുന്നു. സൂപ്പർവിഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നേക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് 11:30 ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ. മേ ബി ഒരു 1 or 2 ക്ലാസ് നമ്മൾ കാണുന്നത്. എക്സാമിന് മുമ്പ് 13 മാത്രം, 12നും 13നും മാത്രം. 14 നിങ്ങളുടെ PG എക്സാം ആകും, റിവിഷൻ മതിയല്ലോ. PG എക്സാം എപ്പോഴായിരിക്കും? ഇപ്പം ഇന്ന് 13 എക്സാം തുടങ്ങുവാണല്ലോ ഡിപ്ലോമയുടെ. അത് കഴിയണം. കഴിഞ്ഞൊരു 1 വീക്ക് സ്റ്റഡി ലീവ് പോലെ വേണമല്ലോ. അതെ.
PG-യുടെ അല്ലേ? PG. ഞാന് 14th ആണ് കേട്ടാ. 14th ബാച്ചാണ്. 14 ആണോ? 14 ആ മാം. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴായിരിക്കും PG-യുടെ എക്സാം? ഉണ്ടാവില്ല, നിങ്ങളുടെ ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഉള്ളൂ. ഇപ്പൊ 12-നും 13-നും മാത്രമേ ഉണ്ടാവുള്ളൂ PG-യുടെ എക്സാം. മാം ഞങ്ങൾക്ക് ഏപ്രിൽ ലാസ്റ്റിലാണ് കഴിയുക. അപ്പോ മെയ്യിൽ തന്നെ ഉണ്ടാവോ PG എക്സാം? നിങ്ങൾക്ക് മറ്റേ ഡിപ്ലോമ എക്സാമിന്റെ ടൈം ടേബിൾ ഒന്നും വന്നില്ലല്ലോ? ഉണ്ട് വന്നിട്ടുണ്ട്. ആ. അത് ഏപ്രിലാ. അത് ഏപ്രിൽ ലാസ്റ്റ് ഏപ്രിൽ 20 ആവുമ്പോഴത്തേക്കും 27. അപ്പോ ടേം 2 എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു. അത് ഏപ്രിൽ 8 ഏപ്രിൽ 8. 8 അത് കഴിഞ്ഞ് 10 days ഒക്കെ കഴിയുമ്പോഴേക്കും മിക്കവാറും ഡിപ്ലോമയുടെ സ്റ്റാർട്ട് ചെയ്യും. ഡിപ്ലോമയുടെ ഫൈനൽ എക്സാമിന്റെ വന്നിട്ടുണ്ട് മാം. 20 സ്റ്റാർട്ട് ചെയ്യും. ആണോ? ഓക്കെ. അപ്പൊ ഇപ്പൊ മെയ് ആദ്യമായിരിക്കും തോന്നുന്നു അല്ലെ മിസ് PG വരിക? മെയ് ആദ്യത്തോടു കൂടി ആദ്യവാരം വരും തോന്നുന്നു. എന്നാണോ ഡിപ്ലോമ എക്സാം തീരുന്നത് അത് കഴിഞ്ഞൊരു 1 week ഗ്യാപ്പ്. 27-നാണ് ഡിപ്ലോമയുടെ എക്സാം തീരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും മെയ് ഫസ്റ്റ് വീക്കിൽ പ്രതീക്ഷിക്കാം. 2 ദിവസം പോരെ മതിയല്ലോ എക്സാമിന്? 2 ദിവസം ഉണ്ടോ PG-യുടെ എക്സാം? 2 സബ്ജക്റ്റ് അല്ലേ, മോഡ്യൂൾ 4-ഉം മോഡ്യൂൾ 5-ഉം. ഓക്കെ മാം. 13-കാർക്ക് ഇന്ന് എക്സാം ആണ്. എല്ലാരും നല്ലപോലെ എഴുതൂ. ഓക്കെ ഫൈൻ, നമുക്ക് കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ബൈ. താങ്ക് യു മാം. Thank you, ma'am. All the best, friends. Thank you to all.